പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്രിയ. ഒരുപാട് പ്രയാസത്തിലും വിഷമത്തിലുമാണ്. എൻ്റെ മകളുടെ മകള് 6.5 വയസ്സുകാരി 25-ാം തീയതി മരണപ്പെട്ടു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലായിരുന്നു. മോൾക്കൊരു അപൂർവ രോഗമായിരുന്നു. 10 ലക്ഷം കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു രോഗം. പ്രത്യേകിച്ച് മരുന്നോ കാര്യങ്ങളൊന്നുമില്ല. കുട്ടി ഫുൾ ടൈം ആക്റ്റീവായിരിക്കും. 3 വയസ്സിലൊരു പനി വന്നതാണ്. അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചു. അവിടെ 110 ഡിഗ്രി പനി 2-3 മാസം. അങ്ങനെ ഏതൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തു. അതിലൊന്നും എന്തുകൊണ്ടാണ് പനി വരുന്നതെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെയാണ് ഇതൊരു അപൂർവ രോഗം. ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് 10 ലക്ഷം കുട്ടികളിലൊക്കെ ഒരു കുട്ടിക്ക് കണ്ടുവരുന്ന രോഗമാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപസ്മാരം വരും. പനി വന്നാൽ അപസ്മാരം വന്നാൽ 3 വയസ്സ് ബുദ്ധി ശരീരം വലുതാവും, അല്ലെങ്കിൽ കോമ സ്റ്റൈലിലേക്ക് പോകും. അങ്ങനെയൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ബാംഗ്ലൂർ നിംഹാൻസിലേക്ക് ന്യൂറോ സെക്ഷൻ പറഞ്ഞയച്ചു. അവിടെ 1-2 മാസം നിന്നു. അവിടുന്ന് രോഗം കണ്ടെത്തി. രോഗം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ വരുന്ന ഒരു പ്രതിഭാസം. അങ്ങനെ IVIG എന്നൊരു ഇഞ്ചക്ഷൻ അന്ന് 1.5 ലക്ഷം രൂപയാണ്. അത് തീരുമാനിച്ചു. തുടക്കത്തിലൊക്കെ ഒരുപാട് പ്രയാസമായിരുന്നു. അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തെ പോയി കണ്ട അദ്ദേഹം, ഇപ്പോൾ വീഡിയോ ചെയ്യേണ്ട, മോളുടെ അസുഖം എന്താണ്, എത്ര പണം വേണം എന്നൊക്കെ വ്യക്തമായ തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ മരുന്നിൽ 1.5 ലക്ഷം രൂപ അദ്ദേഹം കൊണ്ടുവന്ന് കൊടുത്തു. പിന്നീട് ഒരിക്കൽ അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ 50,000 രൂപ അദ്ദേഹം സഹായിച്ചു. അങ്ങനെ ഒരുപാട് പേര്, നാട്ടുകാരെല്ലാം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കൊടുവള്ളിയിലെ നാട്ടുകാർ. കൊടുവള്ളിയെ മോള് താമസിക്കുന്നത്, കോഴിക്കോട് ജില്ല. അങ്ങനെ അവസാന സമയം ഒക്കെ ആയപ്പോൾ ഏകദേശം 3 ലക്ഷം രൂപയോളം മരുന്നൊക്കെയാണ് സർക്കാരിൻ്റെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കയറിക്കൊണ്ടിരുന്നത്. അവസാന സ്റ്റേജിലൊക്കെ 19 ഗുളികയാണ് ഓരോ നേരം കഴിച്ചുകൊണ്ടിരുന്നത്. തുടക്കം മുതലേ 9 ഗുളികയോളം ഉണ്ടായിരുന്നു. BP-ക്കുള്ളതും പിന്നെ IVIG ഇഞ്ചക്ഷൻ, സിറോഡ്, അങ്ങനെ ഒരുപാട് ഇഞ്ചക്ഷൻ. ബാംഗ്ലൂർ ആസ്തർന്ന് ഡോക്ടർ പറഞ്ഞു, മോള് ഒരു 1.5 വർഷത്തോളം ആക്റ്റീവായിട്ടുണ്ടാവുന്നു, പിന്നെ വിട്ടുപോകും. അവരുടെ ഒരു കാഴ്ചപ്പാട്. കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെടുത്ത് നിർത്തണം, ഇഷ്ടപ്പെട്ട ആളുകളെടുത്ത് നിർത്തണം, ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കൊടുക്കണം, ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. അവളെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റും അത്രമാത്രം സന്തോഷിപ്പിക്കണം. അതുതന്നെയാണ് അതിന് ചെയ്യാനുള്ളത് പറഞ്ഞു. അതിനുശേഷം വയനാട് ജില്ലയിലെ ടൈലർ ഷോപ്പാണ് എനിക്കും ഭാര്യയ്ക്കും. കൊടുവള്ളി താമസിക്കുന്ന അവിടെ ഞങ്ങൾ ഷോപ്പ് അടച്ചിട്ടിട്ട് മോളെടുത്ത് പോയി നിൽക്കും. അധികം മോൾ ആശുപത്രിയിൽ തന്നെ ആയിരുന്നു, മെഡിക്കൽ കോളേജിൽ. ഈ IVIG ഇഞ്ചക്ഷൻ മാസം വെക്കണം. അപ്പോൾ ഒരു 4-5 ദിവസം അഡ്മിറ്റ് ആകണം. അപ്പോൾ ഇൻഫെക്ഷൻ വരും. അപ്പോൾ ഒരു 4-5 ദിവസം അവിടെ കിടത്തും. 1 മാസം കിടത്തും, 2 മാസം കിടത്തും. ആ സമയത്തൊക്കെ വൈഫ് കൂടെ വേണം. വൈഫിന് ഭയങ്കര ഇഷ്ടമാണ്, എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ ഞങ്ങൾക്ക് എത്രമാത്രം നോക്കാൻ പറ്റും അത്രമാത്രം ഞങ്ങൾ ചേർത്ത് പിടിച്ച് നോക്കിയിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പോയത്. ഒട്ടും പ്രതീക്ഷിക്കാതെ പോകുന്ന തലേന്നാണ് വെന്റിലേറ്ററിൽ കയറ്റുന്നത്. അതുവരെ ആക്റ്റീവായിരുന്നു. പോണ ഒരു ദിവസം മുമ്പ് ഞാൻ പോവാണ് വാവിച്ചേ, ഞാൻ പോവാണ് ഉമ്മച്ചേ, എനിക്ക് വയ്യാന്നൊക്കെ തുറന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത്ര കോൺഫിഡൻ്റ് ആ മൈൻഡൊക്കെ. സ്കൂളിൽ പഠിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പൈസ തന്നു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് ആവശ്യമില്ല ഓരോ സാധനങ്ങളാണ് വാങ്ങുക. ബാഗ്, ടിഫിൻ ബോക്സ്, കൊട, അതൊക്കെയാണ് അവൾ വാങ്ങി വെക്കുക. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് 2 വർഷം മുമ്പ് ബാംഗ്ലൂർ നിംഹാൻസിൽ വെച്ചിട്ട്. ഇതിൽ നിന്ന് അന്നൊക്കെ ഞാൻ കരുതി യൂട്യൂബ് ചാനൽ തുടങ്ങി 1000 സബും 4000 മണിക്കൂർ വാച്ച് അവറൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും. അപ്പോൾ മോൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കണം, മോളെ ഇഷ്ടം പോലെ കൊണ്ടു നടത്താം, അല്ലെങ്കിൽ അവളിലേക്കും. അതുപോലെ തന്നെ എനിക്കൊരു സുഖമില്ലാത്തൊരു മോനായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. ഒരു 8 വർഷം മുമ്പ് ബ്രെയിൻ ട്യൂമർ സർജറി വന്നിട്ട്, ക്ലിയോമ എന്ന ക്യാൻസർ ട്യൂമർ എന്നാണ് പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞാൽ വർഷം ചെയ്യേണ്ടി വരും. ക്യാൻസർ. മോൻ്റെ കാര്യം കോഴിക്കോട് നിന്ന് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞത്. ബാംഗ്ലൂർ സത്യസായി, വൈറ്റ് ഫീൽഡിലെ സത്യസായിൻ്റെ അവിടെ വെച്ച് ചെയ്ത് ഒരു 8 വർഷത്തോളമായി മാസം എല്ലാ വർഷം MRI എടുക്കുന്നുണ്ട്. മോന് ട്യൂമർ വളർന്ന് വരുന്നതായിട്ടില്ല, അതൊന്നും കാണുന്നില്ല. അതങ്ങനെ കയ്യിന് ചെറിയൊരു പ്രോബ്ലം ഉള്ളൂ, എന്നാലും അവന് ഫാമിലിയായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാ സമയത്താണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നത്. ചിരിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിരിക്കാൻ പറ്റുന്ന ഹൃദയം, മനസ്സല്ല ഞങ്ങൾക്ക് രണ്ടാക്കും. എന്നാലും ഞങ്ങളതങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ മോക്കൊരു 2 മാസത്തോളം അടുപ്പിച്ച് ആശുപത്രിയിൽ, 3 മാസത്തോളം. അപ്പോൾ കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്, പറ്റിയിട്ടില്ല.
ഈ 2 വർഷത്തിനിടയ്ക്ക് ഒരുപാട് പേര് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് എൻ്റെ ഈ ചാനൽ ഉയർന്നു വരാൻ വേണ്ടിയിട്ട്. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ഒരാൾ എടക്കര സുലൈമാൻ ക, കാരാടൻ സുലൈമാൻ ക, കാരാടൻ ലാൻഡ്സ് ചെയർമാൻ. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ പോലും അദ്ദേഹം എനിക്ക് വാങ്ങിത്തന്നതാണ്. ഒരു മോശം ഫോണായിരുന്നു. അപ്പോൾ ഐഫോൺ വാങ്ങിത്തരാം, നീ വാ, നിൻ്റെ ആയുധം അതല്ലേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ വേണ്ട, എനിക്ക് സാംസങ്ങിൻ്റെ ഒരു ഫോൺ മതി പറഞ്ഞിട്ട്, എനിക്ക് എഡിറ്റ് ചെയ്യാൻ സുഖാതായിട്ട് അങ്ങനെ അദ്ദേഹം മേടിച്ചെന്ന്. എന്നിട്ടും എന്നോട് പറഞ്ഞു, എന്താവശ്യമുണ്ടെങ്കിലും ചോദിച്ചോ, നിൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാം. അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത, ഈ വേദനകൾക്കിടയിലും മറക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ്. മോള് മരണപ്പെട്ട അന്ന് 10:45 ചുള്ളിയോട്, വയനാട് ചുള്ളിയോട് നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ പിൻ ലെറ്റർ വന്നിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ദിവസം കൊണ്ട് വരും, മരിച്ചെന്നാ പറയുന്നത്, മോക്ക് കുറച്ച് കൂടുതലാണ് പറഞ്ഞ് 1 മിനിറ്റ് ആയില്ല. അതിന് മുമ്പ് ICU എന്ന് വിളിച്ച് ഡോക്ടർ പറഞ്ഞു മോള് പോയി. ആ പിൻ ലെറ്ററാണിത്. ഏകദേശം 2700 കൂടുതൽ, 27,000 കൂടുതൽ സബ് എനിക്ക് ആയിട്ടുണ്ട് യൂട്യൂബിൽ. എന്താ പറയാന്നറിയില്ല, ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ, ഒരുപാട് ഇഷ്ടം. ഒന്നാമത് എൻ്റെ ഈ പ്രോഗ്രാമും കാര്യങ്ങളും കാണുന്നതുകൊണ്ടായിരിക്കാം, എന്ത് സമയം ഞാൻ കൂടെ വേണം, വൈഫ് കൂടെ വേണം, അത്ര ഇഷ്ടമായിരുന്നു. എന്തായാലും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവരെ നോക്കിയിട്ടുണ്ട്. ഈ ഷോപ്പ് അടച്ചിട്ടിട്ട് 4000 റുപ്യ വാടക, വണ്ടിയുടെ അടവ്, ബൈക്കിൻ്റെ അടവ്, കറണ്ട്, അങ്ങനെ എല്ലാം ഷോപ്പിൽ നിന്നും ജോലി ചെയ്തിട്ടില്ല ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് എനിക്കൊരു വരുമാനം, വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. ഈ 2 വർഷത്തോളം തുടർച്ചയായിട്ട് 1 കൊല്ലം ഒക്കെ ഞാൻ ഷോപ്പ് അടച്ചിട്ട് തന്നെ ഉണ്ട്. ചുരുക്കം ദിവസങ്ങളെ തുറക്കാറുള്ളൂ. അതേ എൻ്റെ ഷോപ്പിൻ്റെ അടുത്തുള്ളവർക്കും നാട്ടുകാർക്കും ബത്തേരി, സുൽത്താൻ ബത്തേരി എല്ലാവർക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ വാടക പെൻഡിങ് ആക്കിയിട്ടില്ല. ഞാൻ ആരോടെങ്കിലുമൊക്കെ കോഴിക്കോട് നിൽക്കുന്ന ചിലവിന് പൈസ ഇല്ല, എനിക്കൊരു 1000 അയച്ചു തരും, 500 അയച്ചു തരുമുണ്ട് ചോദിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ചേർത്ത് പിടിച്ചിട്ട് തന്നിട്ടുണ്ട്. അത് അവിടുത്തെ ചിലവ് കാര്യങ്ങൾ ചെയ്യും, പിന്നെ വാടക കൊടുക്കും, അങ്ങനെയൊക്കെ. മോക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ പൈസ ആയിട്ട് വാങ്ങിയിട്ടില്ല. മോക്ക് വേണ്ടിയിട്ട് ഞാൻ 1-2 പേരോട് പറഞ്ഞിരുന്നു നാട്ടിൽ, അത്യാവശ്യം എല്ലാവരോടൊക്കെ. അവരൊക്കെ അവോയ്ഡ് ചെയ്തിട്ടാണ്. പക്ഷെ ആരും കരുതിയുണ്ടാവില്ല ഇങ്ങനെ മോളിങ്ങനെ പോകുന്ന കരുതിയുണ്ടാവില്ലായിരിക്കും. എന്തായാലും വളരെ പ്രയാസത്തിൽ, വിഷമത്തിലാണ്. എന്തായാലും ഞാൻ ചാനൽ, ഞങ്ങൾ പ്രോഗ്രാം നടത്തും. കാരണം ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പ്രോഗ്രാം ഡെയിലി കാണും എൻ്റെ മോളായിരുന്നു. കാണിക്കുമ്പോൾ പറയും, അവസാനമൊക്കെ കാണിക്കുമ്പോൾ ഇത് കണ്ടതാണെന്ന് വെച്ച്, വേറെ അല്ലേ. അപ്പോൾ പരിപാടികൾ അങ്ങനെ തുടരുന്നു. ഓളെ ഓർമ്മയ്ക്കായിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നതും ടെൻഷൻ മാറ്റാൻ പറ്റുന്നതും മുന്നോട്ട് പോകാൻ പറ്റുന്ന മാർഗ്ഗം ഇത് മാത്രമേ ഉള്ളൂ, മറ്റു മാർഗ്ഗമൊന്നുമില്ല. ഫേസ്ബുക്കിൽ ഞാൻ ആക്റ്റീവാണ്, യൂട്യൂബിലും ആക്റ്റീവാണ്, ഇൻസ്റ്റയിലും അത്യാവശ്യം ആക്റ്റീവായിട്ടുണ്ട്. ബ്ലോഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പരസ്യ കാര്യങ്ങളൊക്കെ പറ്റുന്ന പോലെയൊക്കെ എൻ്റെ പറ്റുന്ന ബോഡി ലാംഗ്വേജ്, എൻ്റെ ഏജ്, എൻ്റെ ഇതിനനുസരിച്ച് ഞാൻ ചെയ്യാറുണ്ട്. അത്യാവശ്യം വ്യൂസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, കിട്ടാറുണ്ട്. നഷ്ടപ്പെട്ടവൻ്റെ വേദന നഷ്ടപ്പെട്ടവന് മാത്രമേ അറിയുള്ളൂ. അപ്പം അത്രമാത്രം പ്രയാസം, അത്രമാത്രം വേദന, സങ്കടം. എന്താ വെച്ചാൽ ഒരിക്കലും ഇത്ര പെട്ടെന്ന് വിട്ടുപോകുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്തായാലും എൻ്റെ മോക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഈ ഒരു രീതിയിലേക്ക് ആക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് യൂട്യൂബിൻ്റെ വർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന, മോണിറ്റൈസേഷൻ വർക്ക്, മറ്റു വർക്കുകളൊക്കെ ചെയ്യുന്ന ഷമീർ ഭായിയാണ്. ഷമീർ ഭായി എന്ന് ഞാൻ വിളിക്കാറ്. കാരണം യൂട്യൂബ് സ്കോറിൻ്റെ മലയാളം. അദ്ദേഹത്തിന് ഫീസുണ്ട്, യൂട്യൂബ് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ളൊരു ഫീസുണ്ട്. ഞാനത് കൊടുത്തു. അത് കൊടുത്തിട്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് ആ എമൗണ്ട് ഞാൻ ഒരിക്കൽ വീഡിയോയിൽ പറഞ്ഞു, എനിക്ക് ഇട്ട് തന്നു. ഇക്കാക്ക് ബുദ്ധിമുട്ടായിരിക്കും, എൻ്റെ ഫീസ് ഇക്ക അവിടെ വെച്ചോ. അതൊന്നും വേണ്ട ഇക്ക, എനിക്ക് അത്യാവശ്യം വർക്കൊക്കെ ഉണ്ട്, ഇക്ക അവിടെ നിന്നുകൊണ്ട് അന്ന് ആ പൈസ ആ പൈസ കൊണ്ടൊക്കെയാണ് ഞാനന്ന് പിടിച്ചു നിന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു തന്നില്ല. അതേപോലെ തന്നെ വയനാട് ദുരന്തം വന്ന സമയത്ത് അദ്ദേഹം വലിയൊരു എമൗണ്ട് അയച്ചു തന്നു. അത് ഞാൻ 3 മന്ത്രിമാരെ കൈകളിലാണ് ഞാൻ നേരിട്ട് കളക്ടറേറ്റ് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തത്. ആ പണം എന്നോട് അത് വെച്ചിട്ട് അവിടെ ആവശ്യമുള്ളത്, അവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ, ഡ്രസ്സോ തുണിയോ, ഇക്കാൻ്റെ ഇഷ്ടം പോലെ ചെയ്തു കൊണ്ടാണ് അയച്ചു തന്നത്.
പക്ഷെ ഞാൻ ആ എമൗണ്ട് അതേപോലെ തന്നെ അവിടെ കൊണ്ട് കൈകളിൽ ഏൽപ്പിച്ചു. ഈ ചാനൽ ഇത്രമാത്രം ഒക്കെ എത്താൻ കാരണം അദ്ദേഹത്തെ ഒരുപാട് കടപ്പാടുണ്ട്. എപ്പോഴും വോയിസ് ആയിട്ട് വരാറുണ്ട്, ആശ്വസിപ്പിക്കാറുണ്ട്. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഓക്കെ എന്നാൽ.